ഇവിടെ രോഗി മാത്രമല്ല, രോഗിയെ പരിചരിക്കുന്ന കുടുംബ അംഗങ്ങൾക്കും ഒരേ രീതിയിലെ പ്രാധാന്യമാണ് നൽകുന്നത്. രോഗി അനുഭവിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകളും മാനസികമായ ബുദ്ധിമുട്ടുകളും ഒരേ പ്രാധാന്യത്തോടെയാണ് പാലിയേറ്റീവ് കെയറിൽ ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ക്യാൻസർ രോഗാവസ്ഥയിൽ പല രോഗലക്ഷണങ്ങളും നമ്മൾ കാണാറുണ്ട്. വളരെ പ്രധാനമായിട്ട് കാണുന്ന ഒന്നാണ് വേദന. 80% ക്യാൻസറിൽ വേദന ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വേദന ചികിത്സ ആണ് പാലിയേറ്റീവ് കെയറിൽ ഒരു പ്രധാന ഘടകം. ഇവിടെ വേദനയെ വളരെ ശാസ്ത്രീയമായി പഠിച്ച് അതിനെ കറക്റ്റായി അസസ് ചെയ്ത് എന്ത് തരത്തിലെ വേദനയാണെന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് എല്ലിൽ നിന്ന് വരുന്ന വേദനയാണോ, മാംസപേശികളിൽ നിന്ന് വരുന്ന വേദനയാണോ, അല്ലെങ്കിൽ കുടൽമാല പോലെ ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് വരുന്ന വേദനയാണോ, അല്ലെങ്കിൽ ഞരമ്പിൽ നിന്ന് വരുന്ന വേദനയാണോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ കൃത്യമായിട്ടുള്ള മരുന്ന് കൊടുക്കുകയും അതിന്റെ കറക്റ്റായിട്ടുള്ള ഡോസുകൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും സമൂഹത്തിൽ കാണുന്ന ഒരു ഭീതി എന്താണെന്ന് വെച്ചാൽ, വേദന സംഹാരികൾ എടുത്തു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് മോശമാണ്, ലിവറിന് മോശമാണ് എന്നുള്ളൊരു ഭയമാണ്. പാലിയേറ്റീവ് കെയറിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു രോഗിക്ക് വേണ്ട ഡോസ്, അവരുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് കണ്ടതിന് ശേഷം, മറ്റുള്ള രോഗ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് വേദന സംഹാരികളുടെ ഡോസ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമൂലം ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. ഇത് കൂടാതെ തന്നെ മറ്റുള്ള രോഗലക്ഷണങ്ങൾ, ക്യാൻസർ ട്രീറ്റ്മെന്റിൽ വരുന്ന, ക്യാൻസർ ഡിസീസിൽ വരുന്ന മറ്റുള്ള രോഗലക്ഷണങ്ങളും പാലിയേറ്റീവ് കെയറിൽ പെടുന്നു. അതായത് ശ്വാസത്തിന്റെ തടസ്സം, മലബന്ധം, സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ്, പിന്നെ ട്യൂബ്സ് ഉപയോഗിക്കുന്ന പേഷ്യന്റ്, അതായത് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മൂക്കിക്കൂടി ഇടുന്ന നേസോ ഗ്യാസ്ട്രിക് ട്യൂബ്സ്, അല്ലെങ്കിൽ ഫീഡിങ്ങിന് വേണ്ടി ഇടുന്ന ഫീഡിംഗ് ജെജനോസ്റ്റമി ട്യൂബ്സ്, അല്ലെങ്കിൽ മൂത്രത്തിൽ തടസ്സം വരുന്നവർക്ക് കത്തീറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ പരിചരണവും, പിന്നെ കുടൽമാലയിൽ ഒബ്സ്ട്രക്ഷൻ വരുന്നവർക്ക് കുടൽമാലയുടെ ഒരു ഭാഗം പുറത്തേക്ക് കൊണ്ടുവന്ന് ബാഗിലേക്ക് കണക്ട് ചെയ്യുന്ന കൊളോസ്റ്റമി എന്ന് പറയുന്ന കൊളോസ്റ്റമിയുടെ പരിചരണം, ശ്വാസകോശത്തിൽ വരുന്ന ബ്ലോക്കുകൾ നീക്കം ചെയ്യാനായിട്ട് ട്യൂബ് ഇടുന്ന, അതായത് ട്രെക്യോസ്റ്റമി പോലത്തെ ട്യൂബുകളുടെ പരിചരണത്തെ പറ്റി പാലിയേറ്റീവ് കെയറിൽ നൽകുന്നതാണ്. ചില രോഗാവസ്ഥയിൽ, ചില ക്യാൻസർ രോഗാവസ്ഥയിൽ വയറിന്റെ അകത്ത് നീര് നിറയുകയോ ശ്വാസകോശത്തിന് ചുറ്റും നീര് നിറയുകയോ കാണാറുണ്ട്. ഇതിന്റെ കറക്റ്റായ ട്രീറ്റ്മെന്റും മാനേജ്മെന്റും പാലിയേറ്റീവ് കെയറിൽ ലഭ്യമാണ്. സ്ത്രീകളിൽ വളരെ അധികം കാണുന്ന ഒരു ക്യാൻസറാണ് സ്തനാർബുദം. സ്തനാർബുദത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി, സർജിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ലിംഫെഡീമ. ലിംഫെഡീമ മറ്റൊന്നുമല്ല, സർജിക്കൽ സൈഡിൽ തന്നെ വരുന്ന, കയ്യിൽ കാണുന്ന നീര് നിറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലിംഫെഡീമ. ഇതിന് കറക്റ്റായ വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ പാലിയേറ്റീവ് കെയറിൽ ലഭ്യമാണ്. പാലിയേറ്റീവ് കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടനയാണ് ടെർമിനൽ കെയർ അഥവാ മരണാന്തര രോഗികളുടെ പരിചരണം. ഇവിടെ രോഗലക്ഷണങ്ങൾ വളരെയധികം തീവ്രത കൂടിയതാണെങ്കിലും കൂടി പ്രത്യാശ നഷ്ടപ്പെടാതെ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ കഴിയുന്നത് അത്രയും കുറയ്ക്കുകയും പാലിയേറ്റീവ് കെയർ സഹായിക്കുന്നു. ഹോം കെയർ മാത്രമല്ല പാലിയേറ്റീവ് കെയർ. പല അവസരങ്ങളിലും രോഗികളുടെ രോഗലക്ഷണങ്ങളുടെ തീവ്രത കാരണം വീട്ടിൽ അവരെ പരിചരിക്കാൻ പല കാരണങ്ങളും കൊണ്ട് കഴിയാത്ത സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ഹോസ്പിറ്റൽ ബേസ്ഡ് പാലിയേറ്റീവ് കെയറും നൽകുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ക്യാൻസർ ചികിത്സ എടുക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ അടുത്തുള്ള പാലിയേറ്റീവ് സ്പെഷ്യലിസ്റ്റായിട്ട് ബന്ധപ്പെടുത്തുക. ഇത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിക്കാൻ സഹായിക്കും. താങ്ക് യു. ജപ്പാൻ
തരേണ്ട ആവശ്യമില്ല. നമ്മളെ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളായ ആളുകൾക്കും അതുപോലെ തന്നെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളും ആംബുലൻസ് സർവീസും എല്ലാം അടങ്ങിയ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിന്റെ ധനശേഖരണാർത്ഥം ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം തന്നെ അതിന്റെ ഉദ്ഘാടനം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് ഓരോ സ്ക്വാഡായി തിരിച്ചിട്ട് വീടുകളിൽ ചെന്നിട്ട് കളക്ഷൻ എടുക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും പോകണം. പാലിയേറ്റീവിന്റെ ബന്ധപ്പെട്ട ആളുകളെ. പ്രിയമുള്ളവരെ, പാലിയേറ്റീവ് ദിനത്തിന് കളക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മലബാർ സ്കൂളിലെയും ഷിറാസ് സ്കൂളിലെയും കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്പർ ബാവയും ബുഷ്റയും അതേപോലെ മജിദാക്ക ഇവിടെയുള്ള സഹപ്രവർത്തകരൊക്കെ നമ്മളുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സന്തോഷങ്ങളെ അറിയിക്കുകയാണ്. ഇതിന്റെ ഔപചാരികമായ കർമ്മം ഇവിടെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബാവാനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഷിറാസിലെ കുട്ടികളാണ് നമ്മുടെ പാലിയേറ്റീവ് ദിന കളക്ഷന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ മെമ്പർ ബാവയും ബുഷ്റ മെമ്പറും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ പാലിയേറ്റീവിന്റെ വളണ്ടിയർമാരും മജിദാക്ക, മുസ്തഫാക്ക ഒക്കെ അപ്പൊക്കെ എല്ലാവരും ഉണ്ട്. നമ്മളിവിടുന്ന് ഫസ്റ്റിലെ പര്യടനം ആരംഭിക്കുകയാണ്. കടവത്ത് എപ്പോഴ് മജിദാക്കാന്റെ നേതൃത്വത്തില് നല്ല സ്വീകരണമാണ് ഇവിടെ നമ്മള് കുട്ടിയാക്കുള്ളത്. നമ്പർ അത് മാസാക്കിയില്ല. നമ്പറ ബാവൊക്കെ രാവിലെ തന്നെ സജീവമായിട്ട് ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ ഹാപ്പിയാണ്.